السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وآله وصحبه أجمعين. ഖാലിഖായ റഹ്മാൻ അവന്റെ പൊരുത്തത്തിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പറയാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ 255 വചനമാണ്. ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അത്ഭുതങ്ങളുടെ കലവറയാണ്. വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ആയത്ത് ആണ് ആയത്തുൽ കുർസി. ഒരുത്തൻ ശൈത്താനിയത്തിന്റെ ഉപദ്രവമുള്ള ഒരുത്തൻ എല്ലാ ദിവസവും 40 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തും അവൻ താമസിക്കുന്ന വീട്ടിലും ഒരിക്കലും ശൈത്താനിയത്തിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല. അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ ആയത്തുൽ കുർസി പതിവാക്കുന്ന അവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അവൻ അറിയാത്ത ഭാഗങ്ങളിലൂടെ അവനുള്ള റിസ്ക് റബ്ബ് തആല എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആയത്തുൽ കുർസിയുടെ മഹത്വം പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചാൽ പെട്ടെന്ന് അവന് ശിഫ ലഭിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ പരിശുദ്ധമായ ആയത്തുൽ കുർസിയെ 40 പ്രാവശ്യം ഓതി അവൻ ദുആ ചെയ്താൽ അവന്റെ മനസ്സിലുള്ള എന്ത് മുറാദാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവന് സാധിപ്പിച്ചു കൊടുക്കും. അതുപോലെ ഒരാൾക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യം വന്ന ആൾ അവൻ ആയത്തുൽ കുർസി ഓതി ഇടത് ഭാഗത്തേക്ക് തുപ്പിയാൽ അവന്റെ ആ ദേഷ്യം ശാന്തമാകും. പെട്ടെന്ന് ദേഷ്യം ഹൃദയത്തിൽ നിന്ന് മാറിക്കിട്ടും. ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ധാരാളം മഹത്തുക്കൾ, വളരെയധികം ശ്രേഷ്ഠതകൾ ഉള്ള ആയത്താണ് പരിശുദ്ധമായ ആയത്തുൽ കുർസി. ഇത് കൃത്യമായി നിത്യവും പാരായണം ചെയ്യുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.